പ്രത്യേകമായിട്ട് ഈ മത്സരത്തിലേക്ക് അത് അരിയാട്ട് മത്സരമാണ്. അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മത്സരം നടത്തിയപ്പോൾ ഉണ്ടായ പങ്കാളിത്തത്തിലുള്ള അതിയായ താല്പര്യവും കൂടുതൽ പേർക്ക് ഇതിൽ ഉൾപ്പെട്ട് ഈ മത്സരത്തിൽ പഴയ സ്മരണകളുമായി പങ്കെടുക്കണമെന്നുള്ള താല്പര്യം സമയം കഴിയുന്തോറും അടുത്തിരുന്ന ആളുകൾക്ക് മാവ് ചേർ കൊടുക്കുന്ന രീതിയിലുണ്ടായ അതൊന്നും ഉണ്ടാവരുത്. ആഘോഷിച്ചുകൊണ്ട് ഈ അമ്മമാര് ഈ നരിയാട്ട് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, ഒരു മേഖലയുടെ മുഴുവൻ പ്രതീക്ഷയായിട്ടാണ് നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇത് അമ്മമാരുടെ അടിവാറ്റ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകളുടെ മെരുക്കുന്ന അമ്മമാരുടെ കലവിരുത്, കുതിർത്ത അരിയെ അരച്ചെടുക്കുന്ന ഒരമ്മയുടെ മാന്ത്രിക വിദ്യ, കുതിർത്ത ഉരുന്നിനെ ആട്ടുകല്ലുകൊണ്ട് ഉരുമറിക്കുന്ന ഒരമ്മയുടെ കരകൗശലമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട പരമയുടെ ചിത്രം പുതുമയാക്കുന്ന അമ്മമാരുടെ മാസ്മരിക നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആട്ടുകളെ എരിഞ്ഞവരുന്ന അരി പോലെ ജീവിത കഷ്ടപ്പാടിന്റെ നടുവിൽ എരിഞ്ഞവരുന്ന അമ്മമാരുടെ ജീവിതം നമ്മെ മറക്കാതെ ഓർമ്മിപ്പിക്കാൻ പഠിപ്പിക്കുന്ന അമ്മമാര് ജീവൻ പകരുന്ന അത്ഭുതകരമായ ചിത്രമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. നിയമത്താതെ നോക്കി നിൽക്കുവാൻ ഏവരെയും നാടുകളിൽക്കുന്ന ഒരമ്മയുടെ സ്നേഹത്തിന്റെ പ്രവർത്തനം പോലെ നമ്മെ തരുന്ന അമ്മമാരുടെ കഷ്ടപ്പാടിന്റെ പ്രതിബിംബങ്ങളാണ് ഈ ആട്ടുകല്ലുകൾ, ഈ അരകല്ല്. അവർ ആവേശങ്ങൾക്ക് ശക്തി പകരട്ടെ, അവർക്ക് ആവേശമായി മാറട്ടെ. ഓരോ ആട്ടുകളിലും പറയാനുണ്ടാവും നമ്മുടെ അമ്മമാരുടെ കഷ്ടപ്പാടിന്റെയും കണ്ണുനീരിന്റെയും വിയർപ്പത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കഥകൾ, ജീവിത കഥകളെ, ജീവിതത്തിന്റെ വേദനകളെ, ജീവിതത്തിന്റെ വെല്ലുവിളികളെ ദൈവവഴിയായി കണ്ട് മക്കളുടെ മുമ്പിൽ അപ്പം വിളമ്പുമ്പോൾ അപ്പമായി മാറുന്ന അമ്മമാരുടെ ജീവിക്കുന്ന ചിത്രമാണ് ഈ അരിയാട്ട മത്സരത്തിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആവേശജനമായി പലരും ആദ്യഘട്ടം പൂർത്തിയാക്കാനായിട്ടിരിക്കുന്നു. ഇത് അരിയാട്ടിയെടുക്കുന്ന അമ്മമാരുടെ കരകൗശലം, ഇത് അമ്മമാരുടെ മാന്ത്രിക വിദ്യ. അമ്മമാരക്കം പൂർത്തിയിരിക്കുകയാണ്. ഇത് വെറും 15 മിനിറ്റുകൾ മാത്രമാണുള്ളത്. ഇത് വെറും 15 മിനിറ്റ് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം നിന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് സമ്മാനം നേടുവാൻ ദൈവം തന്ന അവസരമാണിത്. വെറും പടലിനെ ഒരുക്കുന്ന അമ്മമാരുടെ കരവിരലുകളുമായി ഇതാ ഉരുവ് ഏറ്റുവാങ്ങുന്നു. ചില അമ്മമാര് ആദ്യഘട്ടം പൂർത്തീകരിച്ച് 201 അമ്മമാർക്ക് കഴിയണം. ആരും ചെയ്തു തീർക്കുന്നതിനല്ല, കൂടുതൽ സമയമെടുക്കുന്നതിനല്ല, നന്നായിട്ട് അരച്ചെടുക്കുന്നതിനാണ് ഒരു മത്സരാർത്ഥിയുടെ വിജയം. നന്നായിട്ട് അരച്ചെടുക്കുക. സമയം ഏറ്റവും ആദ്യം പൂർത്തീകരിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് സമ്മാനം ലഭിക്കില്ല. നന്നായിട്ട് അരച്ചെടുക്കാൻ കഴിയും. 13 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിമനോഹരമായ അരിയാട്ട മത്സരത്തിന്റെ അവസാന നിമിഷം 8 മിനിറ്റുകൾ മാത്രം അമ്മയെ നടക്കുകയാണ്. ഈ മാസ്മരിക നിമിഷം കണ്ട് ആസ്വദിക്കുവാൻ, അമ്മമാരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഏവരെയും ഏറെ സ്നേഹത്തോടെ അവസരിക്കുന്ന അമ്മയുടെ കരകൗശലം ഇതാ വെറും 2 മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വെറും 1 മിനിറ്റ്. ഇത് വെറും 1 മിനിറ്റാണ്. ആവേശം ഒരു മേഖലയുടെ മുഴുവൻ ആവേശത്തിന് ഉത്തരം പകരുവാൻ ഇത് വെറും 1 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. അത്യുഗ്രമാശയുള്ള അരയാട്ട മത്സരത്തിൽ അവശേഷിക്കുന്ന 1 മിനിറ്റ് ഏത് മേഖലയാണ്, ഏത് ഗ്രാമമാണ്, ഏത് വനിതയാണ്, 7-ാം ദിവസമായി ഇന്നത്തെ കാർഷിക മേളയുടെ ആദ്യ സമ്മാനം ലഭിക്കുന്നത്. 1 മിനിറ്റ് അവശേഷിക്കുന്ന 1 മിനിറ്റ്. ഏതാനും സെക്കൻഡുകൾ മാത്രം. ഇത് ഏതാനും സെക്കൻഡുകൾ മാത്രം. മത്സരത്തിന്റെ അത്യുഗ്രവാസിയെ കൈയടിച്ച് പ്രത്യേകമായി അവരെ പ്രോത്സാഹിപ്പിക്കുക. ആവേശം നഷ്ടപ്പെടാതെ കൈയടികളും കാറ്റുകൾ അവർക്ക് ആവേശമായി മാറട്ടെ, ആശ്വാസമായി മാറട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഇന്ത്യ കണ്ട മത്സരത്തിന്റെ അത്യുഗ്രവാസിയെ വെറും 20 മിനിറ്റുകൾ മാത്രം ചുരുങ്ങിയ സമയത്തിനുള്ളില് തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കപ്പെടുന്ന സ്ഥലം ഉരുതും മറച്ചുകൊണ്ട് ഇന്ത്യ കണ്ട തൂമ്പ കൊണ്ട് മാന്ത്രിക വിദ്യ, മാന്ത്രിക വിസ്മയം സൃഷ്ടിക്കുന്ന പുരുഷനാണ്
ഇതാ പുരുഷന്മാർക്കായി സംഘടിപ്പിക്കുന്ന കാർഷിക മത്സരത്തിന് ഏഴാം ദിവസമായി ഇന്ന് 15ാം കാർഷികമേള വേദിയായി മാറുകയാണ്. പുരുഷന്മാര് ഭൂമിയോട് മല്ലിടുന്ന ഒരു മഴ യുദ്ധത്തിന്റെ കഥ പറയുന്ന ഇതാ മനോഹരമായ ചിത്രം. പണ്ടുള്ള കർഷകർ ഭൂമിയോട് മല്ലിട്ട് പൊന്നും വിളയിച്ച സുന്ദരമായ ചിത്രം നമ്മുടെ മനസ്സിൽ കോടിയിട്ടുകൊണ്ട് ഇതാ പുരുഷന്മാരുടെ അത്യുഗ്രവാസിയേറിയ ഇന്ത്യ കണ്ടപ്പെട്ട മത്സരമാണ് ഇപ്പോൾ നാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാ തൂമ്പ് കൊണ്ട് മാന്ത്രികത്തെ വിളിക്കുന്ന ഭൂമിയെ മുഴുവൻ മറിക്കുന്ന ഇതാ മാസ്മരിക വിസ്മയം കണ്ട് ആസ്വദിക്കുവാൻ നിങ്ങളെ ഏവരെയും ഇന്ത്യ കണ്ട മത്സരവേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓരോ ഇന്ത്യയുടെ പിന്നിലും ഇതുപോലെ കഷ്ടപ്പാടിന്റെയും ഉഴുതു മറിക്കലിന്റെയും ഭൂമിയെ ഇളക്കി മറിക്കുന്നതിനെയും ഒക്കെ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഇതാ പുരുഷന്മാർക്കായി ശാസ്ത്രീയ ഗ്രൂപ്പ് അംഗങ്ങൾക്കായി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ശക്തി കേന്ദ്രമായ പുരുഷ ഗ്രൂപ്പ് അംഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അത്യുഗ്രഹം വാശിയേറിയ ആദ്യ പുരുഷന്മാരുടെ കാർഷിക മത്സരമായ ഇന്ത്യ കണ്ടപ്പെട്ട മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു മേഖലയുടെ മുഴുവൻ മത്സര വീര്യം ആവഹിച്ചുകൊണ്ട് പുരുഷന്മാർ ഭൂമിയോട് മല്ലിടുന്ന പൊന്നു വിളയിച്ച പണ്ടത്തെ കർഷകരുടെ ചിത്രങ്ങളൊക്കെ ആ കർഷകന്മാർക്ക് അവശേഷിക്കുന്നത് ഇനി വെറും 14 മിനിറ്റുകൾ മാത്രം. ഈ ആവേശം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെ നോക്കി നിൽക്കുന്ന എന്റെ മേഖലയുടെ അഭിമാനമായ അപ്പച്ച അവശേഷിക്കുകയാണ്. ഇന്ത്യ കണ്ടപ്പെട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 7 മിനിറ്റ്, വെറും 7 മിനിറ്റ്. പുരുഷൻ ആരെന്നറിയുവാൻ ഇനി വെറും 5 മിനിറ്റുകൾ മാത്രം അവശേഷിക്കുകയാണ്. ഇതാ പിടയ്ക്കുന്ന ഒരു ഭർത്താവിന്റെ ഒരു കർഷകന്റെ ചിത്രത്തിന് ജീവൻ പകരുന്ന യുദ്ധഭൂമിയാണ് ഇതാ ഈ മത്സരത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരവേദിയിൽ യുദ്ധം ചെയ്ത് വിജയിക്കുന്ന പോരാ